തെരഞ്ഞെടുപ്പിന്റെ കാഹളം മുഴങ്ങാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ടിലും വിശേഷിച്ച് കോൺഗ്രസിനുള്ളിലും സീറ്റ് വിഭജനത്തെയും സ്ഥാനാർത്ഥിത്വത്തെയും ചൊല്ലിയുള്ള തർക്കങ്ങൾക്കും അവകാശങ്ങൾക്കും ഔദ്യോഗികമായി തുടക്കമിട്ടിരിക്കുകയാണ്. മുൻ KPCC അധ്യക്ഷനും കോൺഗ്രസിലെ സൗമ്യ മുഖവുമായ മുതിർന്ന നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇക്കുറി മത്സര രംഗത്തുണ്ടാകുമെന്ന കൃത്യമായ സൂചന നൽകിക്കൊണ്ട് ആദ്യ വെടി പൊട്ടിച്ചിരിക്കുകയാണ്. കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് താൻ നിയമസഭയിലേക്ക് മത്സരിക്കാൻ സന്നദ്ധനാണെന്ന കാര്യം അദ്ദേഹം പരോക്ഷമായി വെളിപ്പെടുത്തിയത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ എന്ന ഭാരിച്ച ഉത്തരവാദിത്തം ഉണ്ടായിരുന്നതിനാലാണ് താൻ മാറി നിന്നതെന്നും എന്നാൽ നിലവിൽ അത്തരമൊരു തടസ്സം തന്റെ മുന്നിലില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച അന്തിമ തീരുമാനം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി എടുക്കുമെങ്കിലും താൻ മത്സര രംഗത്തുണ്ടാകുമെന്ന ആഗ്രഹം നേതൃത്വം തള്ളിക്കളയില്ലെന്ന ആത്മവിശ്വാസം മുല്ലപ്പള്ളിയുടെ വാക്കുകളിൽ പ്രകടമായിരുന്നു. പാർലമെന്ററി രംഗത്ത് ദീർഘകാലത്തെ പ്രവൃത്തി പരിചയമുള്ള മുല്ലപ്പള്ളി രാമചന്ദ്രൻ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് താൻ നേരത്തെ തന്നെ പിന്മാറിയ കാര്യം ഓർമ്മിപ്പിച്ചു. ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി കേരളത്തിലെ നിയമസഭയിൽ ജനപ്രതിനിധിയാകാൻ തനിക്ക് താല്പര്യമുണ്ടെന്ന സന്ദേശമാണ് ഇതിലൂടെ അദ്ദേഹം നൽകുന്നത്. തന്റെ സ്ഥാനാർത്ഥിത്വത്തിന് പാർട്ടി ഹൈക്കമാൻഡ് ഒരിക്കലും തടസ്സം നിന്നിട്ടില്ലെന്നും മറിച്ച് പാർട്ടി എപ്പോഴും തന്നെ പിന്തുണച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുതിർന്ന നേതാക്കൾ തെരഞ്ഞെടുപ്പ് ഗോതിയിൽ ഇറങ്ങുന്നത് പാർട്ടിക്കും മുന്നണിക്കും ഒരുപോലെ ഗുണം ചെയ്യുമെന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം. ഒരു കാലത്തും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താൻ മടി കാണിച്ചിട്ടില്ലെന്നും പാർട്ടി ആവശ്യപ്പെടുന്ന ഏത് മണ്ഡലത്തിലും ജനവിധി തേടാൻ താൻ തയ്യാറാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യം താഴെത്തട്ടിലുള്ള പ്രവർത്തകർക്ക് ആവേശം പകരുമെന്നും തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയുന്നതിൽ അത് വലിയ സഹായമാകുമെന്നും അദ്ദേഹം നിരീക്ഷിക്കുന്നു. യുവതലമുറയ്ക്ക് രാഷ്ട്രീയത്തിൽ കൂടുതൽ അവസരം നൽകണമെന്ന വാദത്തെ ശരിവെക്കുമ്പോഴും പരിചയസമ്പന്നരായ നേതാക്കളെ പൂർണ്ണമായി മാറ്റി നിർത്തുന്നത് ദോഷം ചെയ്യുമെന്ന സൂചനയും മുല്ലപ്പള്ളി നൽകി. താൻ KPCC അധ്യക്ഷനായിരുന്ന കാലഘട്ടത്തിൽ ഏകദേശം 46 സീറ്റുകൾ സ്ത്രീകൾക്കും യുവാക്കൾക്കുമായി മാറ്റിവെച്ചിരുന്നു എന്ന കാര്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പുതുമുഖങ്ങളെയും യുവാക്കളെയും പരിഗണിക്കുന്നതിനോടൊപ്പം തന്നെ സീനിയർ നേതാക്കളുടെ പ്രാതിനിധ്യം നിയമസഭയിൽ ഉറപ്പാക്കണമെന്നത് പാർട്ടിയുടെ കെട്ടുറപ്പിന് അത്യാവശ്യമാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. യുവാക്കളും മുതിർന്നവരും ചേർന്നുള്ള ഈ സന്തുലിത സ്ഥാനാർത്ഥി പട്ടികയാണ് കോൺഗ്രസ് ലക്ഷ്യമിടേണ്ടതെന്നാണ് അദ്ദേഹം ഓർമ്മിപ്പിച്ചത്. മുല്ലപ്പള്ളിയുടെ ഈ പ്രസ്താവന വരും ദിവസങ്ങളിൽ UDFിലെ മറ്റ് മുതിർന്ന നേതാക്കളെയും സമാനമായ അവകാശവാദങ്ങളുമായി രംഗത്തെത്തിക്കാൻ പ്രേരിപ്പിക്കുന്നതുമാണ്. രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കൊപ്പം തന്നെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലും മുല്ലപ്പള്ളി തന്റെ നിലപാട് വ്യക്തമാക്കി. നിലവിൽ ഹൈക്കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ നടക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ ശരിയായ ദിശയിലാണെന്നാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ. ശബരിമലയെ പോലൊരു പവിത്രമായ സ്ഥലത്ത് നടന്ന കൊള്ളയുടെ ആഴം വലുതാണെന്നും കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ നിലവിലെ അന്വേഷണത്തിന് സാധിക്കുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. സ്വർണ്ണക്കൊള്ള കേസിലെ അന്വേഷണം രാഷ്ട്രീയ സ്വാധീനങ്ങൾക്ക് വഴങ്ങാതെ മുന്നോട്ട് പോകണമെന്നാണ് കോൺഗ്രസിന്റെയും UDFിന്റെയും പൊതുവായ ആവശ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ശബരിമല വിഷയം വീണ്ടും ചർച്ചയാകുന്നത് ഭരണപക്ഷത്തിന് തലവേദനയാകുമെന്നും മുല്ലപ്പള്ളിയുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ തന്നെ സീറ്റിനായി മുതിർന്ന നേതാക്കൾ പരസ്യമായി രംഗത്തെത്തുന്നത് കോൺഗ്രസിനുള്ളിൽ ഗ്രൂപ്പ് സമവാക്യങ്ങൾ വീണ്ടും സജീവമാക്കാൻ കാരണമായേക്കാം. മുല്ലപ്പള്ളി രാമചന്ദ്രനെ പോലൊരു നേതാവ് താൻ മത്സര രംഗത്തുണ്ടാകുമെന്ന് വ്യക്തമാക്കിയതോടെ മറ്റ് ജില്ലകളിലെ മുതിർന്ന നേതാക്കളും തങ്ങളുടെ താല്പര്യങ്ങൾ നേതൃത്വത്തെ അറിയിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് സീറ്റ് വിഭജന വേളയിൽ വലിയ തർക്കങ്ങൾക്ക് വഴിമരുന്നിട്ടേക്കാം. എങ്കിലും ഹൈക്കമാൻഡിന്റെ അന്തിമ തീരുമാനത്തിന് താൻ വഴങ്ങുമെന്ന മുല്ലപ്പള്ളിയുടെ പ്രസ്താവന ഒരു പരിധിവരെ അച്ചടക്ക ലംഘനമെന്ന ആരോപണത്തെ പ്രതിരോധിക്കുന്നുണ്ട്. കേരളത്തിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഭരണവിരുദ്ധ വികാരം വോട്ടാക്കി മാറ്റാൻ കഴിവുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്തുക എന്നതാണ് UDFിന് മുന്നിലുള്ള പ്രധാന വെല്ലുവിളി. മുല്ലപ്പള്ളിയുടെ അവകാശവാദം വടക്കൻ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പുതിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്നതിൽ സംശയമില്ല. യുവാക്കളുടെ പ്രാതിനിധ്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ താൻ KPCC അധ്യക്ഷനായിരുന്ന കാലത്തെ നേട്ടങ്ങൾ എണ്ണിപ്പറയാനും അദ്ദേഹം മറന്നിട്ടില്ല. കേരളത്തിലെ ഓരോ വിഭാഗത്തെയും പരിഗണിച്ചുകൊണ്ടുള്ള ഒരു സമീപനമായിരുന്നു താൻ സ്വീകരിച്ചിരുന്നതെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ നേതാക്കൾ ഇത്തരത്തിൽ തങ്ങളുടെ ആഗ്രഹം പ്രകടിപ്പിക്കുന്നതോടെ UDFിലെ സീറ്റ് ചർച്ചകൾ ചൂടുപിടിക്കും. ഘടകകക്ഷികളുമായുള്ള ചർച്ചകൾ ആരംഭിക്കുന്നതിന് മുൻപേ പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന ദൗത്യമാണ് ഇപ്പോൾ നേതൃത്വത്തിന് മുന്നിലുള്ളത്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ തുറന്നുവിട്ട ഈ സ്ഥാനാർത്ഥിത്വ ചർച്ച കോൺഗ്രസ് ഹൈക്കമാൻഡ് എങ്ങനെ കൈകാര്യം ചെയ്യും എന്നതിനെ ആശ്രയിച്ചിരിക്കും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലെ പാർട്ടിയുടെ കെട്ടുറപ്പ്. സ്വർണ്ണക്കൊള്ള കേസിലെ അന്വേഷണം രാഷ്ട്രീയ ആയുധമായി മാറ്റാനാണ് UDF നീക്കം എന്ന സൂചനയും മുല്ലപ്പള്ളിയുടെ വാക്കുകൾ നൽകുന്നുണ്ട്.